ഹലോ, നമുക്ക് ഇന്നൊരു കാളാഞ്ചി മീൻകറി ആയാലോ? മീൻകറി എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കാളാഞ്ചി മീനാണ്. സവാള, തക്കാളി, പച്ചമുളക്. സവാള അധികം വേണ്ട കേട്ടോ, കുറച്ച് മതിയെ. പാൻ വെച്ചിട്ട് എന്റെ ചൂടായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള പകുതി വഴഞ്ഞു വരുമ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. സവാളയും തക്കാളിയും നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ശേഷം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വറ്റി വരണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. വറ്റി വരുമ്പോഴേക്കും പുളി ഇട്ട് കൊടുക്കാം. ഇതിന്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ല, സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇതൊന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് മീൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ റോസ്റ്റ് ആയിട്ടാണല്ലോ വെക്കുന്നത്. ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന്റെ എണ്ണയൊക്കെ മേളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഇട്ട ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറി റെഡിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മറ്റൊരു